പ്രസിഡന്റ് ട്രംപ് ഒരേ സമയത്ത് തന്നെ 2 കുതിരകളിൽ സവാരി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു കുതിരയുടെ പേര് ഡിപ്ലോമസി, മറ്റേ കുതിരയുടെ പേര് മിലിറ്ററി ആക്ഷൻ. അപ്പൊ അത് ആരെങ്കിലും ചെയ്യുക, കുതിരകൾ ഒരുമിച്ച് സവാരി ചെയ്യാൻ സാധിക്കും. എന്താ സംഭവിക്കുക? ആ കുതിരകളുടെ ഇടയ്ക്ക് വീഴും. അപ്പൊ ട്രംപ് ഇപ്പൊ വീഴുന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ടിൽ എത്തിയിട്ടില്ല, പക്ഷെ വീഴുന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രസിഡന്റ് ട്രംപ് ജൂൺ 17 വേഴ്സായ പാലസിൽ ഒരുപാട് എന്താ പറയുക ഫാൻഫെയർ ഒക്കെ ഉണ്ടായിരുന്നു. 14 പോയിന്റ് എഗ്രിമെന്റ് സൈൻ ചെയ്തില്ല, പക്ഷേ അത് സിൻസിയർ ആയിരുന്നില്ല. അമേരിക്കയാണ് അത് ആദ്യം ലംഘിച്ചത്. അപ്പോൾ ഇറാൻ തിരിച്ചടിച്ചു. അപ്പോൾ അതാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയത്ത് തന്നെ ഇപ്പോൾ ഒരു പുതിയ പാകിസ്ഥാനും ഖത്തറും കൂടി ഒരു പ്രപ്പോസൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 10 ദിവസത്തേക്ക് ഒരു സീസ് ഫയർ വേണം. അപ്പോൾ ആ 10 ദിവസത്തിനുള്ളിൽ 2 കൂട്ടർക്കും ഒന്നുകൂടി ഒരുമിച്ച് കൂടാം. അതിന് ഇറാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഒരുപക്ഷെ സമ്മതിച്ചേക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇറാന്റെ കാർഡ്സ് കുറച്ച് ഓവർ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ ഞാൻ വിചാരിച്ചു പ്രസിഡന്റ് ട്രംപ് പോക്കർ പ്ലേ ആണ് ചെയ്യുന്നത്. ഇറാൻ വളരെ കെയർഫുൾ ആയിട്ടുള്ള ടെസ്റ്റാണ് പ്ലേ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇറാന്റെ കാര്യത്തിൽ IRGCയും കുറച്ച് പേരും ഹാർഡ് ലൈൻ അവര് ഈ യുദ്ധം നീണ്ടു പോയാൽ ട്രംപിൽ നിന്ന് കൂടുതൽ കൺഫ്യൂഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് ശരിയായേക്കാം, പക്ഷെ അത് നീണ്ടുപോയാൽ ആയിരക്കണക്കിന് ഇറാനിയൻസ് മരിക്കും. അപ്പൊ അതിൽ യാതൊരു ബുദ്ധിയുമില്ല. ഇറാൻ ഈ 10 ദിവസത്തെ സീസ് ഫയർ സമ്മതിക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം അമേരിക്കയുടെ സമ്മതം കൂടാതെ ഖത്തറും പാകിസ്ഥാനും അത് ഇറാനോട് പറഞ്ഞു കാണില്ല. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പക്ഷേ അമേരിക്കയുടെ മിലിറ്ററി ആക്ഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു, ഇറാന്റെ പ്രതികരണവും കൂടിക്കൊണ്ടിരിക്കുന്നു. കുവൈറ്റിലെ ഡീസാലിനേഷൻ പ്ലാന്റിനെ 2 പ്രാവശ്യം അറ്റാക്ക് ചെയ്തു. അപ്പൊ കുവൈറ്റിലെ 90% വെള്ളത്തിന് ഡീസാലിനേഷൻ വേണം. അപ്പൊ ഇത് വളരെ സീരിയസ് ആണ്. അതെ, നമ്മൾ കരുതിയിരുന്നു ഇറാൻ ഒരു പക്ഷേ ഈ അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലിനോടും ഒക്കെ പൊരുതി നിൽക്കാൻ കഴിയില്ല എന്നാണ് പല തവണ പോലും ചർച്ച ചെയ്തിട്ടുമ്പോൾ കരുതിയിട്ടുള്ളത്. പക്ഷെ ആ രീതിയിലല്ലല്ലോ ഒന്നിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടിക്കുകയില്ല. അപ്പോൾ ഇതിൽ ട്രംപിന് വരാൻ പോകുന്ന ഒരു ആശയക്കുഴപ്പം കൂടെ ഉണ്ടാകില്ല. ആശയക്കുഴപ്പമല്ല ട്രംപിന്റെ കാര്യത്തിൽ. അദ്ദേഹം എന്താ പറയുക, റിയാലിറ്റി ആയിട്ട് ഡിസ്കണക്റ്റഡ് ആണ്. കാരണം അദ്ദേഹം അടുത്ത ദിവസം പറഞ്ഞു അദ്ദേഹം 2020 ഇലക്ഷൻ ലൂസ് ചെയ്തത് ചൈനീസ് ഇന്റർഫിയറൻസ് കാരണമാണെന്ന്. അതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ചൈനീസ് ഇന്റർഫിയറൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത്ര നാളും അത് അതിനെപ്പറ്റി പറഞ്ഞില്ല? അല്ല, അദ്ദേഹം 6 ജാനുവരിക്ക് വൈസ് പ്രസിഡന്റിനോട് പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, എന്നെ ഡിക്ലെയർ ചെയ്തു ഞാൻ. അപ്പോൾ ട്രംപ് ഡിസ്കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരുപാട് എന്താ പറയുക പവേഴ്സ് ഉണ്ട്. അപ്പൊ അദ്ദേഹം എന്താണ് നാളെ ചെയ്യാൻ പോണെന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് വേറെ യാതൊരു നിവൃത്തിയില്ല. അദ്ദേഹം ഈ യുദ്ധം തോറ്റു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ തോൽവി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ഒരു കൂടുതൽ കൂടിയാലോചന ഉണ്ടായി ഒരു സമാധാനം ഉണ്ടാക്കാൻ ഒരു ചെറിയ സാധ്യതയുണ്ട്. പക്ഷെ ഒന്നും പ്രവചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.